ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പ്രശ്നം പരിഹരിച്ചു. അത് നന്നായി മോളെ. മനു സത്യസന്ധരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അല്ലേ? അതുകൊണ്ടൊന്നല്ല, മനുവിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട പണം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? എന്റെ ഏട്ടൻ തന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതൊന്നും അല്ല, ഏട്ടൻ എന്നെ വിളിച്ചതാ. എന്റെ ഭർത്താവിന്റെ നിലനിൽപ്പിന് ഒരാള് സഹായിക്കാന്ന് പറയുമ്പോ എനിക്കത് തട്ടിക്കളയാൻ തോന്നിയില്ല. അമ്മയ്ക്ക് മക്കളല്ലല്ലോ വലുത്, മറ്റു ചിലരല്ലേ. എനിക്ക് പോണം. പിന്നെ മനുവിനെ സഹായിച്ച ആളെന്ന നിലയ്ക്ക് എനിക്ക് കൂടെ കൂടെ ഏട്ടനെ കാണേണ്ടിയും വരും. അത് പാടില്ലാന്ന് പറഞ്ഞ് എന്നെ ആരും നിയന്ത്രിക്കാനൊന്നും ശ്രമിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. എന്താ ഇത്? അച്ഛൻ അയാളുടെ ഓഫീസിൽ ജോലിക്കാരനാവുക, ജ്യോതി അയാളുടെ സഹായം സ്വീകരിക്കുക, എല്ലാവരും കൂടി നമ്മളെ തോൽപ്പിക്കാണോ? അവള് വെറുതെ പറയുന്നതാ മോളെ. ആ വീട് വിറ്റ് അവളുടെ പ്രശ്നങ്ങൾ തീർക്കാത്തത് കൊണ്ട് പറയുന്നതാ. അച്ഛൻ അവിടെ ജോലിക്കൊന്നും പോവില്ല, അതെന്റെ വിശ്വാസോ. എനിക്ക് വിശ്വാസം തോന്നുന്നില്ലമ്മേ. അച്ഛൻ തിരിച്ചു വന്നതിനു ശേഷം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും അച്ഛൻ നേരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അച്ഛൻ ജയാറിന്റെ കൂടെ പോയത്, അച്ഛൻ ജോലിക്ക് പോയത് അമ്മയോടൊന്നും പറയാതെയല്ലേ? എന്നിട്ടും അമ്മ ഇങ്ങനെ. രഘുവേട്ടനെ ഞാൻ വിശ്വസിച്ചു തുടങ്ങിയതിൽ പിന്നെയാ വിശ്വാസം എന്നുള്ളൊരു വാക്കിന് എന്റെ മനസ്സിൽ അർത്ഥം ഉണ്ടായത്. ഞാൻ പലപ്പോഴും കളിയായിട്ട് രഘുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ കാലം എന്നെ പറ്റിക്കാൻ പറ്റും. കാരണം ചുറ്റുമുള്ള ആരും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഒടുവിൽ അങ്ങനെ എങ്ങനെ സംഭവിക്കുമോ മോളെ? കൈവിട്ട് കളയുക എന്റെ രഘുവേട്ടൻ എന്നെ. അമ്മേ, ഈ കാലം അത്രയും അമ്മ ഒരു നല്ല ഭാര്യയായിട്ട് തന്നെയാ ജീവിച്ചത്. അതിന്റെ കാരണം അച്ഛന്റെ സ്വഭാവശുദ്ധിയാ. അത് ഏതെങ്കിലും വിധത്തിൽ അച്ഛൻ നഷ്ടപ്പെടുത്തിയ അതമ്മയെ കൊല്ലുന്നതിന് തുല്യമാ. എന്റെ രഘുവേട്ടൻ അങ്ങനെ ആവാൻ പറ്റില്ല. എന്റെ മനസ്സ് ഇപ്പോഴും അങ്ങനെ പറയുന്നു.